ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എളമരം കരീം ബേപ്പൂരിന് എന്ത് ചെയ്തു, ഫറൂഖിന് എന്ത് ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ ചോദിക്കുകയുണ്ടായി. എളമരം കരീം ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA-യും മന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് ഇവിടെ സ്റ്റീൽ കോംപ്ലക്സ് സ്റ്റീൽ അതോറിറ്റി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോയിന്റ് വെഞ്ചർ പരിപാടി നടത്തുകയും അവിടെ തുറക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന്. രണ്ട്, ഒളവണ്ണ അന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിനൊപ്പമാണ്. അവിടെ എപ്പോഴും പോയി നോക്കിയാൽ കാണാം ടൂൾ റൂം കം ട്രെയിനിങ് സെന്റർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിരുവണ്ണൂർ പോയാൽ കാണാൻ കോട്ടം മില്ല് UDF പൂട്ടിപ്പോയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നിട്ടുള്ള ആളാണ് എളമരം കരീം എന്നുള്ളത് കോൺഗ്രസിനെ പ്രതി മനസ്സിലാക്കണം. മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രതിയോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരായിട്ട് നിങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, BJP ഈ രാജ്യത്തിനകത്ത് ഉത്തരേന്ത്യക്കകത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ ലീഗിന്റെ കൊടി കാണുന്നത് പേടിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് BJP ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയായി ചിത്രീകരിക്കുന്നു എന്ന പേടി കാരണം കോൺഗ്രസിന്റെ പതാക പോലും ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ അവിടെ പ്രചരണം നടത്തിയത്. ഈ BJP-യുടെ ഈ ഒരു ചെറിയ പ്രചരണത്തെ പോലും നിങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ നിങ്ങൾ ഈ BJP പ്രതിരോധിക്കും? സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ട്രോള് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മാർച്ച് 10 മുസ്ലിം ലീഗിന്റെ പതാക ദിനമാണ്. പക്ഷേ ഏപ്രിൽ 3 മുസ്ലിം ലീഗ് പതാക ഉപേക്ഷിച്ച വല്ല കാര്യമുണ്ടോ നിജേഷേ? സ്വന്തം മുന്നണിയിലെ ഓരോ സമരത്തിനും ഓരോ കാരണമുണ്ട്. ഫെസ്റ്റ് നടത്തുന്നത് ഏതിനു വേണ്ടിയാണെന്ന് ഗണേശൻ ഇന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ലീഗിനെ പറയുമ്പോൾ എന്തിനാ BJP-ക്ക് കൊള്ളുന്നത്? ഇവിടെ ലീഗിനെ പറയുമ്പോൾ BJP-ക്ക് കൊള്ളുന്നത്? പിന്നെ ഒരു കാര്യം കൂടി, BJP പ്രതിനിധി ഇവിടെ പറഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാ. അവിടെ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ സുരേഷ് ഗോപി ഉൾപ്പെടെ നന്ദിഗ്രാം എന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരല്ലേ. പിന്നെ നിങ്ങൾ ഇപ്പൊ എങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസിന് നിങ്ങൾ പറയാം?